തൂഫാന്റെ ഭാഗമായിട്ട് 3000-ലധികം പ്രതികളെ പിടിച്ചത്. ഇതിൽ തന്നെ ചില സ്ത്രീകളടക്കമുള്ളവർ പെട്ടുപോകുന്ന 6632. അപ്പോൾ പെട്ടുപോകുന്ന സ്ത്രീകളടക്കമുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നമ്മളതിലും സ്വീകരിക്കുന്നു. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കലെങ്കിലും അബദ്ധത്തിൽപ്പെട്ട് ഇങ്ങനെ വരുന്ന ആളുകളെ അതാണ് മൂന്നാമത്തെ തുഫാൻ കെയർ. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലാണ് ആരംഭിച്ചത്. തുഫാൻ കെയർ കേരളത്തിലെ 35ഓളം ആശുപത്രികൾ തയ്യാറായിട്ടുണ്ട്. അവരെ ഞങ്ങൾ ബോധവൽക്കരിച്ചും ട്രീറ്റ്മെൻറ്റ് കൊടുത്തും അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് തുഫാൻ കെയർ. ആ പദ്ധതി ഞങ്ങൾ നടപ്പാക്കുന്നുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ ഒരിക്കലും ഇത് ഉപയോഗിച്ച് പോയി അറസ്റ്റ് ചെയ്യപ്പെട്ടെന്ന് വിചാരിച്ചാൽ ജീവിതകാലം മുഴുവൻ അയാൾ പ്രതിയായി അല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ട ആളാണെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കില്ല. അവരെ തിരികെ കൊണ്ടുവരാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ തന്നെ അങ്ങ് പറഞ്ഞതിൽ മറ്റൊരു കാര്യം ഈ പബ്ബുകളുടെ കാര്യമായിരുന്നു, പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ കാര്യമായിരുന്നു. പുലർച്ചെ 3 മണിവരെ പല പബ്ബുകളും പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബാറുകൾ തുറന്നു വെക്കുന്നുണ്ട്. ഈ സമയത്ത് എങ്ങനെയാണ് ഈ പറയുന്നത് പോലെ ലഹരിയുടെ ഉപയോഗം കുറക്കാൻ കഴിയുന്നത്? അത് എങ്ങനെയാണ് പോലീസ് പ്രവർത്തിക്കുന്നത് ഞാനിപ്പോൾ പറയുന്നത് ഇവരുടെ പ്രവർത്തനത്തെ ദോഷം ചെയ്യും. അതൊക്കെ പിടിക്കും. പലപ്പോഴും ഈ വിമാനത്താവളങ്ങൾ വഴി കൊണ്ടുവരുന്ന ലഹരി വസ്തുക്കൾ വിമാനത്താവള ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെയാണ് ഈ അന്വേഷണം? അതാണല്ലോ ഞാൻ പറഞ്ഞത്. സെൻട്രൽ ഏജൻസീസിൻ്റെ സഹായത്തോടെ ഇപ്പോൾ കേരള പോലീസ് ഡെപ്യൂട്ടേഷനിൽ അവിടെ ഉണ്ട്. എയർപോർട്ടുകളിലുണ്ട്, കസ്റ്റംസ് ഉണ്ട്, CRPF ഉണ്ട്, അതോടൊപ്പം തന്നെ റവന്യൂ ഇൻ്റലിജൻസ് ഉണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട്. അവരുടെ യോഗ കൂടി അതിനു വേണ്ടിയിട്ടാണ്. ഓരോ ബാഗേജും കൃത്യമായി പരിശോധിച്ച് ഇപ്പോൾ അവർ തന്നെ മോഡസ് ഓപ്പറാൻഡി മാറ്റിയിരിക്കുകയാണ്. പല രീതിയിലാണ് മോഡസ്. ഇത് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. എക്സ്റേയിലൂടെ ഒന്നും കണ്ടുപിടിക്കാൻ കഴിയാത്ത തരത്തിലാണ് ഇപ്പോൾ സ്വർണ്ണമാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ആ മോഡസ് ഓപ്പറാൻഡി കേരള പോലീസിന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതനുസരിച്ച് ഞങ്ങൾ ഇൻ്റലിജൻസ് ഷെയറിങ്ങും ഒക്കെ നടത്തി ഇത് കണ്ടുപിടിക്കും. തീർച്ചയായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനെ തടയാനുള്ള കോർഡിനേറ്റഡ് എഫർട്ട് ഉണ്ടാവും. അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ മലയാളികളായ നമ്മളെല്ലാവരും എന്നെ പറ്റിച്ചോ എന്ന് പറഞ്ഞ് നിൽക്കുക. എന്നെ പറ്റിച്ചോ, ആരും വരുന്നില്ല എന്ന് കാണിക്കുക. ആരെങ്കിലും ബോർഡ് വെച്ചാൽ അവിടെ കൊണ്ട് പെൻഷൻ കിട്ടിയ പൈസ മുഴുവൻ അവിടെ ഇടുകയാണ്. എന്നെ എന്തുകൊണ്ട് പറ്റിക്കുന്നില്ലെന്ന് ആളുകൾ ചോദിക്കുന്നത്. എനിക്കത് മനസ്സിലാവാത്ത കാര്യമാണ്. ഇവരുടെ ക്രെഡിബിലിറ്റി പോലും അന്വേഷിക്കാതെയാണ് ആളുകൾ പണം ഇടുന്നത്. അത് എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. ഒന്നല്ല, ഞാൻ ഈ ചാർജ് രണ്ടാമത്തെ തവണയാണ് ഹോം മിനിസ്റ്റർ ആവുന്നത്. രണ്ടാമത്തെ തവണ ചാർജ് എടുത്ത് ഇന്ന് വരെ എത്ര കേസുകളാണ് വരുന്നത്. ഇതൊന്നും പോപ്പുലർ ഫൈനാൻസസ് നാട്ടിൽ എത്രയോ പാവങ്ങളുടെ പണമാണ് തട്ടിയത്. കേസിങ്ങനെ കിടക്കുകയാണ്, കോടതി കിടക്കും, അവിടെ കിടക്കുക, ഇങ്ങനെ അങ്ങ് പോകും. അവർ വിദേശത്തും അവിടെ ഇവിടെയൊക്കെ ബെയിലെടുത്ത് പോവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗൗരവത്തോടു കൂടി ഇതിനെ പോലീസ് കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വി ആർ ഗോയിങ് ടു ഹാവ് എ സ്പെഷ്യൽ പ്രോഗ്രാം ഫോർ ദാറ്റ്. തീർച്ചയായിട്ടും ഉണ്ട്. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. കാസർഗോഡ് ഒരു ക്ലീനിങ് കമ്പനിയുടെ ബോർഡ് വെച്ച് ലിപ്സ് കൂൾ ലിപ്സ് എന്ന് പറഞ്ഞൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുക. അതിൻ്റെ പോലീസ് പരിശോധിച്ച് തന്നപ്പോൾ അത് ക്ലീനിങ് കമ്പനിയുടെ പേരാണ് എഴുതിയേക്കുന്നത്. അവിടെ പരിശോധിച്ചെന്ന് കണ്ടപ്പോഴാണ് ഒരു മെഷീൻ വെച്ചിട്ട് ഈ കൂൾ ലിപ്സ് ഉണ്ടാക്കുകയാണ്, ഈ കുട്ടികൾക്ക് കൊടുക്കുക. കുറച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ചെറിയ പുകയിലയുടെ അംശമുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതില്ലാതെ കുട്ടിക്ക് ജീവിക്കാൻ കഴിയാത്ത സ്കൂളിൽ കൊടുക്കാനാണ്. ലക്ഷക്കണക്കിന് കൂൾ ലിപ്സാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതുപോലെയുള്ള ഫാക്ടറികൾ വരെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് പോലീസ് കണ്ടെത്തി, സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസും കൂടെ കണ്ടെത്തിയാണ് ഇതിനെ ഓരോന്നിനെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാസലഹരിയുടെ പ്രധാന ഉറവിടങ്ങളൊന്നും കർണാടകയാണ്. അവിടുത്തെ സർക്കാർ ഫലപ്രദമല്ലാത്തതുകൊണ്ടാണ് അവിടെ അങ്ങനെ നിർബാധം ആലോപിക്ക് തുടരാൻ കഴിയുന്നത്. കർണാടക മാത്രമല്ല, കേരളമുണ്ട്. അപ്പം നമ്മളതുകൊണ്ട് കർണാടക മുഖ്യമന്ത്രിയെ ഞാൻ നേരിട്ട് കണ്ടിരുന്നു. അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹം ചീഫ് സെക്രട്ടറിക്കും മറ്റേ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കർണാടക ഹോം മിനിസ്റ്റർ പ്രിയങ്ക് ഖാർഗെ 15-ാം തീയതി തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. ഞങ്ങൾ ഇതിനെപ്പറ്റി വളരെ വിശദമായി കേരള പോലീസും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇത് കാസർഗോഡ് വളരെ അത്ഭുതമായിരുന്നു നമുക്ക്. കൂൾ ലിപ്സ് അത് വിദേശത്തേക്കും കർണാടകത്തിലൊക്കെ ഇവിടുന്ന് കൊണ്ടുപോവാണ്. ഈ കുട്ടികൾക്ക് സ്കൂളിൽ ലഹരി മിഠായി അത് ഈ ഓൺലൈനിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഓൺലൈനിൽ ഇത്തരം
ലഹരി പദാർത്ഥങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്ക് എതിരെയും നടപടിയെടുക്കാൻ ആലോചിക്കുകയാണ്. എന്ത് മര്യാദകളാണ് കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുകയാണ് മിഠായി എന്ന് പറഞ്ഞു. ഈ പോലീസിന്റെ മുഖം മാറ്റുന്നു എന്ന് താങ്കൾ പറയുമ്പോഴും വ്യാജ പോക്സോ കേസിൽ കസ്റ്റഡിയിലെടുത്ത ആൾക്ക് ഭീകരമായ മർദ്ദനമേൽക്കേണ്ടി വരുന്നു. അതേസമയം പെരുമ്പാവൂർ പോലുള്ള സംഭവങ്ങൾ കോൺഗ്രസ്സുകാർ തന്നെ കഞ്ചാവ് വിൽപ്പന എന്ന് ആരോപിച്ച് തല മുട്ടടിക്കുന്നു. എങ്ങനെയാണ് പോലീസിനെ മാറ്റുന്നത് താങ്കൾക്ക് പറയാൻ കഴിയും? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയും ദിവസമായിട്ട് ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് പോയിട്ട് ഒരു അതിക്രമവും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പെരുമ്പാവൂരുണ്ടായ നാട്ടുകാർ കയറി പറഞ്ഞു, അതൊന്നും അംഗീകരിക്കത്തില്ല. ഞാൻ വ്യക്തമായി പറഞ്ഞു, അങ്ങനെ ചെയ്തവരുടെ പേര് നടപടി എടുത്തിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അതിക്രമവും ഒരിടത്തും ഉണ്ടായിട്ടില്ല. ഇന്ന് തന്നെ കോഴിക്കോട് കേരളത്തിലും ദക്ഷിണേന്ത്യയിൽ അറിയപ്പെടുന്ന 4 കുപ്രസിദ്ധ ഗുണ്ടകൾ പോലീസ് പിടിച്ചു. ചാലിശ്ശേരി എന്ന സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കിയത് മാവൂര് വെച്ച് പിടിച്ചു. എനിക്ക് ഇങ്ങോട്ട് കയറി വന്നപ്പോഴാണ് ഇപ്പോൾ ഇൻഫർമേഷൻ. പോലീസ് 4 ലോഡഡ് റൈഫിൾ പോലീസിനെതിരെ ചൂണ്ടി, എന്നിട്ട് ചെറിയ നാടൻ ബോംബ് എറിഞ്ഞു. എന്നിട്ടും പോലീസ് സമർത്ഥമായി ആ 4 പേരെയും പിടിച്ചു. നിങ്ങൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 4 പേരെയും പിടിച്ചു. കേരള പോലീസ് അതിനൊക്കെ വളരെ സമർത്ഥരായ പോലീസാണ്. ഒരു പ്രശ്നമുണ്ടായി തന്നെയല്ല, അതിങ്ങനെ അതിക്രമങ്ങൾ കാണിക്കരുതെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട് എല്ലാ സ്ഥലവും. എവിടെയെങ്കിലും ഐസൊലേറ്റഡ് ഇൻസിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പേര് നടപടിയെടുക്കാറുമുണ്ട്.